ഡിയർ സാറേ 369 ഗ്യാരേജ് എന്ന് കേട്ടിട്ടുണ്ടോ? 369 ഗ്യാരേജ് അത് നമ്മുടെ ചെക്കന്റെ വാപ്പാന്റെ ഗ്യാരേജ് ആണ്. ആ നമ്പർ ഉണ്ടല്ലോ 369, അത് മമ്മൂക്കാന്റെ നമ്പരാ. ആ നമ്പർ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ, അതൊക്കെ മൂപ്പരുടെ ഗ്യാരേജിൽ തന്നെ കാണും. സംശയമുണ്ടോ മൈ ഡിയർ സാറേ? എനിക്കൊരു 100 കാർ വാങ്ങിക്കണം. എന്റെ മോന് ഈ കാർ കളക്ഷൻ ഉണ്ട്. തന്റെ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്കെതിരെ നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ. ഗുരുതരമായ ആരോപണങ്ങളാണ് കസ്റ്റംസിനെതിരെ ദുൽഖർ ഈ ഹർജിയിൽ പറയുന്നത്. മൈ ഡിയർ സാറേ, ദുൽഖറിന് പേരെഴുതി ഒപ്പിട്ട് കൊടുത്ത പേപ്പറിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചില്ല എന്ന് മാത്രമാണല്ലോ കുറ്റം എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തിനാ മാധ്യമങ്ങൾക്ക് മുന്നിൽ തോന്നിയാസം പറഞ്ഞത്? ദുൽഖറിന് വേണ്ടി ഈ വണ്ടി ദുൽഖറിന് വിറ്റത് ഹബീബ് മുഹമ്മദ് എന്ന മനുഷ്യനാണ്. നിങ്ങൾ അയാളുടെ അടുത്ത് പോയോ? അയാളോട് ചോദിച്ചോ നിങ്ങളുടെ സംശയങ്ങൾ? ബുക്കും പേപ്പറും എവിടെന്നാന്ന് ചോദിച്ചോ? അയാളോടാണ് സാറേ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചോ എന്നതൊക്കെ നിങ്ങൾ ചോദിക്കേണ്ടത്. 369 ഗ്യാരേജിൽ കയറും മുമ്പ്, വലത് കാല് വെച്ച് കയറും മുമ്പ് ഇത് നിങ്ങൾ ചെയ്യണമായിരുന്നു. അതെന്താ സാറേ ചെയ്യാത്തത്? അപ്പൊ സാറന്മാര് വണ്ടി വിട്ടോ? 369 വണ്ടിയും ഭാവിയിൽ 369 ആകാൻ പോകുന്ന ഒരു വണ്ടിയും, ആകെ 2 വണ്ടിയല്ലേ സാറന്മാര് പിടിച്ചെടുത്തത്? അതിലൊരു തരി മണ്ണ് വീഴും മുമ്പ്, ഒരു പോറൽ വീഴും മുമ്പ് തിരിച്ച് 369 ഗ്യാരേജിൽ തന്നെ കൊണ്ടുവരണം കേട്ടോ സാറന്മാരെ.